ബിൻസിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് തന്നെയാണ്. രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ കളക്ഷനും അതുപോലെ തന്നെ പാനൽ കട്ട് പാറ്റേണിൽ ഫ്രോക്ക് മോഡൽ വേറെ പാകത്തിനുള്ള ഒരു കളക്ഷനാണ്. ഈ രണ്ട് പാറ്റേൺസും നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗിവയുടെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ഓർഡേഴ്സും നമ്മൾ വാട്സപ്പ് ത്രൂ തന്നെയാണ് എടുക്കുന്നത്. ഇനി കുറച്ച് നമ്മൾ വാട്സപ്പ് ത്രൂ തന്നെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ വരുന്ന സെറ്റാണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ്. കളർ വരുമ്പോഴത്തേക്കും നല്ല ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന ജോർജറ്റ് മെറ്റീരിയലാണ്. വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും ഒരു യു നെക്ക് പാറ്റേൺ വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു വി കട്ടിങ് ആണ് കേട്ടോ. യോക്ക് പോർഷനിൽ ബാത്തിക്കിന്റെ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ യോക്ക് പോർഷൻ ഫുൾ ആയിട്ട് ബാത്തിക് പ്രിന്റ് ആണ്. സെൽഫ് ഡിസൈൻ ആണ്, എക്സ്ട്രാ പ്രിന്റ് ഒന്നും അല്ല കേട്ടോ. സെൽഫ് ആയിട്ട് വരുന്ന ആ ബാത്തിക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോഡി പോർഷനിൽ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഡിസൈൻ കൂടി കുഞ്ഞു കുഞ്ഞു ബാത്തിക് ഡിസൈൻ കൂടി സ്പ്രെഡഡ് ആയിട്ട് വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിന് കൂടെ ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ. ദുപ്പട്ടയാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. അതും 2.5 മീറ്റർ ലെങ്ത് തന്നെയാണ് കേട്ടോ. ഫുൾ ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നമുക്ക് 2 സൈഡ്സിലേക്ക് ഇടാം, 1 സൈഡിലിടാം. അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് തലയിൽ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സാന്തൂണിൽ വരുന്ന ബോട്ടം കൂടി പെയർ ചെയ്യുന്നുണ്ട്. ക്ലോസപ്പ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനായിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ഡാർക്കായിട്ട് നിൽക്കുന്ന ലാവൻഡറിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെയാണ് ഈ ഓപ്പോഷൻ വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് ഇതുപോലെ സ്പ്രെഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വെയർ ചെയ്യാനും റെഗുലറായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അത്രയും നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സാന്തൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. സെയിം നമ്മുടെ ലാവൻഡറിൻ്റെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ്. ലൈറ്റ് അല്ല, ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വെയിറ്റ് ലൈൻ വന്നിരിക്കുന്നത് എലാസ്റ്റിക് ആണ്. ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടം ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടം ആണെങ്കിലും വേറെ നല്ല കംഫർട്ടബിൾ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുമാണ്. ടോപ്പിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47-48 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. ഇതിപ്പോൾ 1 സൈഡിലേക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് 1 സൈഡിൽ മാനേജ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ 2 സൈഡിലേക്ക് വെയർ ചെയ്തിട്ട് കാണിച്ചത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അത്രയും അതായത് നല്ല ലെങ്ത്തിലാണ്. 2.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5നേക്കാളും കുറച്ചും കൂടി കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1050. അടുത്ത കുർത്തി വേണ്ടി നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഓണിയൻ പിങ്ക് ആണ് കേട്ടോ. ഓണിയൻ പിങ്കിന്റെ തന്നെ ഏറ്റവും ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളറാണ്. വീഡിയോയിൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത്രയില്ല, അതിലും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറിലാണ് വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. മെറ്റീരിയൽ ജോർജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ യു നെക്ക് വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഒരു വി കട്ടിങ് പോലെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോക്കിലൊരു ബോക്സ് പാറ്റേണിൽ ബാത്തിക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബോഡി പോർഷൻ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ട്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഈ കളർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുമെന്ന് അറിയില്ല. നല്ല ഭംഗിയുള്ള ഒണിയൻ പിങ്കിൻ്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എപ്പോഴും കളേഴ്സിന് കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. നമുക്ക് നേരി കാണുന്നത് അതുപോലെ തന്നെ ഫോട്ടോയിൽ കാണുന്നത് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ലെങ്ത് ആയിട്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത്തും വിട്ടും ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ഇതുപോലെയുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 സൈഡ് ആയിട്ടോ 2 സൈഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുമ്പോൾ സാന്തൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ബോട്ടം ആണെങ്കിലും ലൂസ് ഫിറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1050. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ ഒരു സോഫ്റ്റ് സിൽക്കാണ്. ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇത്. റേയോണും അല്ല, ടൂട്ടോണും അല്ല, അങ്ങനെ ഒരു സിൽക്ക് മിക്സ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ബ്രിക്ക് റെഡ് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്.
നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വരുമ്പോഴത്തേക്കും യൂനെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി കളേഴ്സിൽ വന്നിരിക്കുന്ന പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഈ യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ബോഡിയിൽ താഴേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും നല്ല ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പാനൽ കട്ട് പാറ്റേണിലാണ് കേട്ടോ. ടോട്ടൽ ഒരു 12 പാനൽസ് ഉണ്ട്. വൺ സൈഡ് 6 പാനൽ വെച്ചിട്ടുണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് പോർഷനിൽ ഡോറീസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൈ ചെയ്തിട്ട് ഫ്രോക്കായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഈ യോക്ക് പോർഷനിൽ വരുന്ന മെറ്റീരിയൽ കൊടുത്തിട്ട് താഴെ ഹെം ഏരിയയിലേക്ക് ഒരു കുഞ്ഞു പടിയും കൂടി കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. അതുപോലെ തന്നെ കുർത്തിയുടെ ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഫ്രോക്കായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലോസറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. നല്ല പ്രിൻ്റാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. ബോഡി പോർഷനിലേക്ക് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത്. ഈ മെറ്റീരിയൽ സെൽഫായിട്ടൊരു ചെക്കിൻ്റെ ഒരു ഡിസൈൻ പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഈ നമ്മുടെ ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ പ്ലെയിൻ അല്ല, ചെറിയൊരു ലൈൻ പാറ്റേൺ ഒക്കെ പോലെ വന്നിട്ടുണ്ട്. ഈ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇതൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലെയറുമാണ്, അത്യാവശ്യം നല്ല ഫ്ലെയറിലുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഹെമ്മേരയിലേക്ക് വരുമ്പോൾ ഇതുപോലെ നമ്മുടെ യോക്ക് പോർഷനിൽ ആ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. സ്ലീവ് വന്നിരിക്കുന്നത് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുമാണ്, നല്ല ഫ്ലെയറിലുമാണ്. നമുക്ക് ഫ്രോക്കായിട്ട് തന്നെ വെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കുർത്തിയായിട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഡോറി നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റിയാലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 720. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കുർത്തീസാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന കുർത്തീസാണ്. ഈ മെറ്റീരിയൽസ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും സ്ഥലം കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗിവേയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഗിവേയിൽ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കൂടി ഇത് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.